സാംഖിക് അഥവാ സംഘശക്തിയുടെയും സംഖ്യാശക്തിയുടെയും ഒത്തുചേരൽ. കേരളത്തിലെ മുഴുവൻ സജീവ പ്രവർത്തകരും ഒത്തുചേർന്നുകൊണ്ട് ആ വാക്ക് അന്വർത്ഥമാക്കി. കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ സാംഖിക്കിനെ വേദിയൊരുക്കിക്കൊണ്ട് ആശ്രാമം മൈതാനവും അങ്ങനെ RSSന്റെ ചരിത്ര പുസ്തകത്തിൽ സ്ഥാനം നേടി. ആശ്രാമം മൈതാനത്തിന്റെ വിശാലതയിൽ നീട്ടിവരച്ച വരിയിൽ വരിതെറ്റാതെ ഇരുന്നുകൊണ്ട് വ്യായാം യോഗിൽ പങ്കെടുത്തത് കണ്ണെത്താ ദൂരത്തോളം പ്രവർത്തകർ. സമയവും ഇവിടെ വരച്ച വരയിൽ തന്നെ നിന്നു. ധ്വജാരോഹണത്തിന് തൊട്ടുമുമ്പ് RSS മേധാവി മോഹൻ ഭാഗവത് തുറന്ന ജീപ്പിൽ ആശ്രമം മൈതാനത്തെത്തി. കേരളത്തിലെ പ്രവർത്തകർ അദ്ദേഹത്തെ പ്രണാമത്തോടെ സ്വീകരിച്ചു. തുടർന്ന് 5 മണിക്ക് കേരളത്തിലെ ആദ്യ സാംഖിക്കിന് ഭഗവത് ധ്വജം ഉയർന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഘോഷിന്റെ ആരവമായി അതിന്റെ താളത്തിൽ പ്രവർത്തകർ വ്യായാമ മുറകൾ കൊണ്ട് ചിത്രങ്ങൾ രചിച്ചു. തുടർന്ന് RSS മേധാവി മോഹൻ ഭാഗവത് സ്വയം സേവകരെ അഭിസംബോധന ചെയ്തു. പൗരാണികം എന്നതുപോലെ ആധുനികോത്തരം കൂടിയാണ് ഹിന്ദുത്വമെന്നും ഹിന്ദു സമാജം സംഘടിക്കേണ്ടത് ലോക നന്മയ്ക്ക് ആവശ്യമാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ഒരു വിശ്വാസ പ്രമാണത്തിന് കീഴിൽ ലോകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭീകരതയും ഏകാധിപത്യത്തിനു വേണ്ടിയുള്ള അധിനിവേശങ്ങളും താൽക്കാലിക നേട്ടത്തിനായുള്ള പ്രീണനങ്ങളും പ്രകൃതിയോടുള്ള ഏറ്റുമുട്ടലുകളുമാണ് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നേതാവോ പാർട്ടിയോ മുദ്രാവാക്യമോ ആശയങ്ങളോ അല്ല, മറിച്ച് പ്രകൃതിയുമായി ഇഴങ്ങി നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഒരു പ്രതിവിധിയായി നാടിന് വേണ്ടതെന്നും മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. क्योंकि संघ का कार्य बाहर से देखकर समझ में नहीं आ सकता, क्योंकि मनुष्य का स्वभाव नई वस्तु देखता है तो उसको समझने के लिए किसी देखी हुई पुरानी वस्तु का आलंबन करता है. अंग्रेजी में कहते हैं फ्रॉम नोन टू अननोन. लेकिन कुछ बातें ऐसी होती है जिनकी तुलना करने के लिए उपमा देने के लिए कुछ नहीं. RSS ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ വന്നിയരാജൻ, പ്രാന്ത സംഘചാലക് PAB മേനോൻ, സഹപ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, പ്രാന്ത പ്രചാരക് A ഗോപാലകൃഷ്ണൻ, സ്വാമി ചിദാനന്ദപുരി, സ്വാമി ഗോലോകാനന്ദ, സ്വാമി ഗരുഡധ്വജാനന്ദ, സ്വാമി സ്വപ്രഭാനന്ദ, സ്വാമി അഭയാനന്ദ തീർത്ഥ, സ്വാമി വേദാനന്ദ സരസ്വതി, സ്വാമി ഹനുമൽദാസ്, സ്വാമി രാമാനന്ദ ഭാരതി, സ്വാമി സന്മയാനന്ദ, സ്വാമി ഗോരഖ്നാഥ്, സ്വാമി രംഗരാജൻ, RSS ദേശീയ നേതാക്കളായ KC കണ്ണൻ, മധുഭായ് കുൽക്കർണി, K സൂര്യനാരായണ റാവു, MC ജയദേവ്, N കൃഷ്ണപ്പ, R ഹരി, ഭാരതീയ വിചാരകേന്ദ്ര ഡയറക്ടർ P പരമേശ്വരൻ, RSS ക്ഷേത്രീയ കാര്യവാഹകൻ AR മോഹനൻ, ക്ഷേത്രീയ പ്രചാരക് S സേതുമാധവൻ, VHP ദേശീയ ഉപാധ്യക്ഷൻ KV മദനൻ, BMS നേതാക്കളായ അഡ്വക്കേറ്റ് സജി നാരായണൻ, PT റാവു, ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികല ടീച്ചർ, ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ, മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ തുടങ്ങിയവർ മഹാസാംഖിക്കിൽ പങ്കെടുത്തു. എന്നാൽ ഇതിലൊക്കെയും ശ്രദ്ധേയമായത് സജീവ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന PP മുകുന്ദന്റെ സാന്നിധ്യമാണ്. ഒരിക്കൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന PP മുകുന്ദൻ ഗണവേഷവും ധരിച്ച് സാധാരണ പ്രവർത്തകരുടെ നിരയിലായിരുന്നു. CPM പ്രതിനിധിയായ മേയർ പത്മലോചനെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമന്വയത്തിന്റെയും അതിലേറെ വിവാദത്തിന്റെയും ഘോഷമുഴക്കിയ RSS സംഗമം വിട്ടുനിന്നവരെ അടുപ്പിച്ചുകൊണ്ട് അങ്ങനെ നിയോഗം പൂർത്തിയാക്കി. ഇവന്റ് മാനേജ്മെന്റിൽ സ്വന്തം പേരുള്ള ഖ്യാതിയും RSS ഇതിലൂടെ ഒന്നുകൂടി ഉറപ്പിച്ചു. കൂറ്റൻ സ്റ്റേജിന്റെയും അലങ്കാരത്തിന്റെയും ധാടിയും മോടിയും കൊണ്ട് മാത്രമല്ല അങ്ങനെ കാണിച്ചു കൊടുത്തത്, ഗതാഗത കുരുക്കില്ലാതെ എങ്ങനെ ഒരു മഹാസംഗമം നടത്താമെന്നും RSS ഇതിലൂടെ തെളിയിച്ചു.